ഇന്നത്തെ ചോദ്യത്തിനും അവിടുന്ന് താഴോട്ടിറങ്ങിയിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല സാർ. ജനങ്ങൾ ഇവരെ ആ സീറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുന്ന ആളുകളെ ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം സാർ. ഇതിനകത്ത് ഇരിക്കാൻ അവർ യോഗ്യരല്ല സാർ. കാരണം ബഡ്ജറ്റ് പോലൊരു സമയത്ത് ഏറ്റവും സീരിയസ് ആയ ബഡ്ജറ്റിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർ തയ്യാറായില്ല. പുറത്തിറങ്ങിയിട്ടാണ് സാർ ഈ കാര്യങ്ങൾ പറയുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രേഖകളും വെച്ച് ചർച്ച ചെയ്താൽ പ്രതിപക്ഷം പറയുന്നതിന് ഒരു ന്യായീകരണമില്ല എന്നുള്ള മറുപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് സാർ അവര് പുറത്തിറങ്ങി പറയുന്നത്. കാരണം ഒരു കാര്യവും കൃത്യമായി ഡാറ്റ സഹിതം പറയുവാൻ പ്രതിപക്ഷ നേതാവ് മുതൽ ഈ പ്രതിപക്ഷത്തെ ഒരു അംഗവും തയ്യാറല്ല. അതുകൊണ്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ് സാർ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ സാർ എന്തുകൊണ്ടാണ് സാർ ഇപ്പോ ഈ കോടതി കേസിനകത്ത് ഇങ്ങനെ ഇടപെടുന്നത്? കോടതി പറഞ്ഞ SIT എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ എടുക്കുന്നു, ആ കോടതി തന്നെ ഡയറക്ട് ചെയ്യുന്നു, കോടതി കേൾക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമായി മാത്രം അന്വേഷണം നടക്കുമ്പോ ഇവര് അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്താ സാർ? സാർ ഇപ്പൊ തന്ത്രിയോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, കേസ് അന്വേഷണം നടക്കല്ലേ സാർ? എന്താ പ്രശ്നം? ശ്രീധരൻപിള്ളയും തന്ത്രിയും ഇവരും എല്ലാം സംസാരിക്കുന്ന കാര്യം സാർ അന്വേഷണം ഒരിടത്ത് അറസ്റ്റ് ചെയ്യണം സാർ. ഈ അന്വേഷണം ഇനി ഫർദറായി പോയി കഴിഞ്ഞാൽ നമ്പർ 10 ജൻപതിലേക്ക് പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഇവര് BJP ആയിട്ട് കൂടി ചേർന്നേക്കുന്നത്. ശ്രീധരൻപിള്ളയുടെ അഭിപ്രായം കേട്ടു എന്നാണ് സാർ. അങ്ങേയറ്റം തെറ്റ് കാണിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വിവാദം ഉണ്ടാക്കി ശ്രീമതി സോണിയാഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ പേര് പോലും വലിച്ചഴക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നം പറഞ്ഞ് അന്വേഷണം നടത്താനല്ല